വാട്ട് ഈസ് ഇൻഡൻറ്റ് ഇൻ ആൻഡ്രോയിഡ്? എന്താണ് ഇൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ? ആൻഡ്രോയിഡിൽ ഇൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരാൾ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ തയ്യാറാക്കുകയാണ്. ഇൻ ആൻഡ്രോയിഡ് ഇറ്റ് ഈസ് ക്വൈറ്റ് യൂഷ്വൽ ഫോർ യൂസേഴ്സ് ടു വിറ്റ്നസ് ജംപ് ഫ്രം വൺ ആപ്ലിക്കേഷൻ ടു അനദർ ആസ് എ പാർട്ട് ഓഫ് ദ വേൾഡ് പ്രോസസ്. ഫോർ എക്സാമ്പിൾ, സെർച്ചിങ് ഫോർ എ ലൊക്കേഷൻ ഓൺ ദ വെബ് ബ്രൗസർ and witnessing a direct jump to Google Maps or receiving payment links in Messages application, and on clicking jumping to PayPal or GPay. അതായത് ആൻഡ്രോയിഡിൽ നമുക്ക് പെട്ടെന്ന് ആവശ്യത്തിന് വേണ്ടിച്ചുള്ള ചില ആപ്ലിക്കേഷൻ്റെ ഫുൾ പാർട്ട് നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. ചില ഭാഗങ്ങൾ മാത്രം, സ്പെസിഫിക് ഏരിയ മാത്രം നമുക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഒരു ഗൂഗിൾ പേൻ്റെ പേയ്മെൻറ്റിൻ്റെ ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ എന്ന് കരുതാം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഈ ആൻഡ്രോയിഡിലേക്ക് നമ്മൾ ഗൂഗിൾ പേ മൊത്തത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരില്ല. ആ ഭാഗം മാത്രം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ സ്ക്രീനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു യൂസർ നെയിം പാസ്വേഡ് അടിക്കുന്ന സ്ക്രീനുണ്ട്, ഡാഷ്ബോർഡിൻ്റെ സ്ക്രീനുണ്ട്, ഹോം സ്ക്രീൻ പോലത്തെ ഒരു സ്ക്രീനുണ്ട്. ദെൻ നമുക്കെന്ത് ചെയ്യുക, പ്രൊഫൈൽ സ്ക്രീനുണ്ട്, നമുക്കതുപോലെ തന്നെ നമുക്കൊരു മെസ്സേജ് സ്ക്രീനുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ക്രീൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഈ മെസ്സേജ് സ്ക്രീന് മാത്രം, അല്ലെങ്കിൽ നമുക്ക് ഡാഷ്ബോർഡ് സ്ക്രീന് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റും. അത് ആക്ടിവിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആക്ടിവിറ്റി ആസ് എ ഇൻറ്റൻറ്റ്. അപ്പോൾ ആ ഇൻറ്റൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഇൻറ്റൻറ്റിനെ നമ്മൾ വിളിക്കാൻ പറ്റും. ഈ ഇൻറ്റൻറ്റിനെ വിളിച്ചിട്ട് നമുക്ക് ആ ഒരു സ്ക്രീന് മാത്രം നമുക്ക് കാണിക്കാൻ പറ്റും. അതിനെയാണ് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. അത് ആ സ്പെസിഫിക് ഏരിയ മാത്രം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതിന് ഈ പ്രോസസ്സാണ്. ദിസ് പ്രോസസ് ഓഫ് ടേക്കിംഗ് യൂസേഴ്സ് ഫ്രം വൺ ആപ്ലിക്കേഷൻ ടു അനദർ ഈസ് അച്ചീവിംഗ് ബൈ പാസിംഗ് ഇൻറ്റൻറ്റ് ടു ദ സിസ്റ്റം. അത് ഇൻറ്റൻറ്റ് പാസ് ചെയ്യുന്നതോട് കൂടിയാണ് നമുക്കത് സാധിക്കുന്നത്. ഇൻറ്റൻറ്റ് കാരണമാണ് അത് കിട്ടുന്നത്. Intents is generally are used for navigating among various activities within the same application, but is not limited to one single application. That is, they can utilize it from moving from one application to another as well. അതായത് ഇതൊരു ആപ്ലിക്കേഷനിൽ എത്രത്തോളം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആസ് പെർ ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് ആക്ടിവിറ്റി ഓഫ് ദാറ്റ് ആപ്ലിക്കേഷൻ. അതായത് ആക്ടിവിറ്റീൻ്റെ ആപ്ലിക്കേഷനുള്ളിലുള്ള ആക്ടിവിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ അത് ഒരു ആപ്ലിക്കേഷൻ ലിമിറ്റഡ് ഒന്നുമല്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ ആപ്ലിക്കേഷൻ്റെ പിന്നെ സ്ക്രീൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മാറിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ മൂവിങ് ഫ്രം വൺ ആപ്ലിക്കേഷൻ ടു അനദർ. അത് ഒരു ആപ്ലിക്കേഷൻ്റെ അടുത്ത ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആപ്ലിക്കേഷൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള സ്ക്രീന് മാത്രം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ ഇൻറ്റൻസിന് മറ്റൊരു പ്രത്യേകത പറഞ്ഞുതരാം. ഇൻറ്റൻസ് കുഡ് ബി ഇംപ്ലിസിറ്റ്, ഫോർ ഇൻസ്റ്റൻസ് കോളിംഗ് ഇൻറ്റൻഡ് ആക്ഷൻസ് ആൻഡ് എക്സ്പ്ലിസിറ്റ് ആസ് വെൽ. അതായത് രണ്ട് ടൈപ്പ് ഇൻറ്റൻസ് ആണ് പറയുന്നത്. ഇംപ്ലിസിറ്റ് ഇൻറ്റൻറ്റും ഉണ്ട്, എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റും ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ സച്ച് ഓപ്പണിംഗ് അനദർ ആക്ടിവിറ്റി ആഫ്റ്റർ സം ഓപ്പറേഷൻസ് ലൈക്ക് ഓൺ ക്ലിക്ക് എനിത്തിങ് എൽസ്. മറ്റുള്ള ക്ലിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസ് നടക്കുകയാണ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ പറയുന്നത്, സെൻഡിങ് ദ യൂസർ ടു അനദർ ആപ്ലിക്കേഷൻ, ഗെറ്റിംഗ് എ റിസൾട്ട് ഫ്രം ആൻ ആക്ടിവിറ്റി, അലോയിങ് അതർ ആപ്ലിക്കേഷൻ ടു സ്റ്റാർട്ട് യുവർ ആക്ടിവിറ്റി. അതായത് നമുക്ക് ഈ ഇൻറ്റൻസ് ഉപയോഗിച്ചിട്ട് യൂസറെ അടുത്ത ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതായത് കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് സെൻഡ് ചെയ്യാണ്ടെന്നായിരിക്കും. അടുത്ത ആപ്ലിക്കേഷനിലേക്ക് സെൻഡ് ചെയ്യാം. ഗെറ്റിംഗ് റിസൾട്ട് ഫ്രം ആൻ ആക്ടിവിറ്റി, ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് അതിൻ്റെ റിസൾട്ട് നമുക്ക് ഇൻറ്റൻറ്റ് വെച്ചിട്ട് എടുക്കാൻ പറ്റും. ദെൻ അലോയിങ് അതർ ആപ്ലിക്കേഷൻസ് ടു സ്റ്റാർട്ട് യുവർ ആക്ടിവിറ്റി. അതായത് മറ്റൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ ദ കൊളാബറേറ്റീവ് നേച്ചർ ഓഫ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഓൺലി റിസൾട്ട് ഫോർ ഇൻ എ ബെറ്റർ യൂസർ എക്സ്പീരിയൻസ്. അതായത് ഇത് ഒരു ബെറ്റർ യൂസർ എക്സ്പീരിയൻസിനാണ് ഉപയോഗപ്പെടുന്നത്. പിന്നെ അത്ര കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് ഇൻറ്റൻറ്റിൻ്റെ. അത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് മെത്തേഡ് ഒന്ന്, കോണ്ടെക്സ്റ്റ് ഡോട്ട് സ്റ്റാർട്ട് ആക്ടിവിറ്റി. അതായത് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്, ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ആക്ടിവിറ്റി ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് ഡോട്ട് സ്റ്റാർട്ട് ആക്ടിവിറ്റി. പിന്നെ കോണ്ടെക്സ്റ്റ് ഡോട്ട് സ്റ്റാർട്ട് സർവീസ് ഉണ്ട്. ഇറ്റ്സ് എ സർവീസ് സ്റ്റാർട്ട് എ ന്യൂ സർവീസ് ഫോർ ഓർ ഡെലിവർ ഇൻസ്ട്രക്ഷൻ ഫ്രം എക്സിസ്റ്റിംഗ് സർവീസ്. സർവീസ് നമുക്ക് സർവീസസിനെ കുറിച്ച് അറിയാമെന്ന് വിചാരിക്കണം. സർവീസസ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് സർവീസ് ഉണ്ട്.
ബാക്ക്ഗ്രൗണ്ട് സർവീസ് ഉണ്ട്, ഫോർഗ്രൗണ്ട് സർവീസ് ഉണ്ട്, ബൗണ്ട് സർവീസ് ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ സർവീസസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സർവീസിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കോൺടെക്സ്റ്റ് ഡോട്ട് സ്റ്റാർട്ട് സർവീസ് ഉപയോഗിക്കുന്നത്. ദെൻ അടുത്തൊരു ഇതാണ് കോൺടെക്സ്റ്റ് ഡോട്ട് സെൻഡ് ബ്രോഡ്കാസ്റ്റ്. പിന്നെ ഇതിപ്പോൾ നമ്മളെന്താ വെച്ചാൽ ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ് ഉണ്ട്. ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സിനെ കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ദിസ് ഇസ് ഡെലിവർ ടു ദ മെസ്സേജ് ബ്രോഡ്കാസ്റ്റ്, അതായത് ഡെലിവർ ടു ദ മെസ്സേജ് ടു ബ്രോഡ്കാസ്റ്റ് റിസീവർ. അതായത് ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സിന് മെസ്സേജ് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെൻഡ് ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡീപ്പ് ലിങ്കിങ്. ഡീപ്പ് ലിങ്കിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു വെബ്സൈറ്റിൽ നമുക്കൊരു വെബ് URL ഉണ്ടാവും. ഈ വെബ് URL ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്പ് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ ആ ആപ്പിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അത് ഇൻ്റർനെറ്റ് പ്രോസസ്സായിട്ടാണ് ഡീപ്പ് ലിങ്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ URL ബേസ് ചെയ്തിട്ട് നമുക്ക് ആ സ്പെസിഫിക് ഏരിയ, അപ്പോൾ ഒരു പ്രൊഫൈൽ സ്ക്രീനാണ് ഓപ്പൺ ആവേണ്ടെങ്കിൽ ആ പ്രൊഫൈൽ സ്ക്രീൻ അല്ലെങ്കിൽ ഡാഷ്ബോർഡാണ് ഓപ്പൺ ആവേണ്ടെങ്കിൽ അത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഒരു പ്രോസസ്സാണ് ഡീപ്പ് ലിങ്കിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ദാറ്റ്സ് URL ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനാണ് ഡീപ്പ് ലിങ്കിങ് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇൻ്റർനെറ്റിനെ കുറിച്ച് ബേസിക്സ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഡീപ്പ് ലിങ്കിങ് ഈസ് എ URL ദാറ്റ് റീഡയറക്ട് ദ ഡിവൈസ് ടു API ദാറ്റ് മിസ്സിംഗ് ആപ്ലിക്കേഷൻ ആൻഡ് ദെൻ ദ സർവീസ് ഈസ് റൺ ഓൺ ദ സിസ്റ്റം ടു ചെക്ക് ഇഫ് എ വേർഷൻ ഓഫ് ദാറ്റ് ആപ്ലിക്കേഷൻ എക്സിസ്റ്റ് ഓൺ ദ ഡിവൈസ്. ഫോർ ടൈം ബീങ് ലെറ്റ്സ് അസ്യൂം ദാറ്റ് ദ ആപ്ലിക്കേഷൻ ഈസ് നോട്ട് അവൈലബിൾ ടു ഡിവൈസ് ആൻഡ് നോ പ്രീവിയസ് വേർഷൻ എവർ എക്സിസ്റ്റ്. അത് പ്രീവിയസ് വേർഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടൊന്നുമല്ല, അത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ കൊടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിലുള്ള സ്ക്രീന് നമ്മൾക്ക് ഓപ്പൺ ആക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതെല്ലാം അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത കാര്യം പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു ആപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ദി സർവീസ് ദെൻ മേക്സ് കോൾ ടു ദ പ്ലേ സ്റ്റോർ ഫ്രം ദ ഡിവൈസ് ആൻഡ് ആപ്ലിക്കേഷൻ അപ്പിയേഴ്സ് ജസ്റ്റ് മാറ്റർ ഡൗൺലോഡ്. അത് അങ്ങനത്തെ ആപ്ലിക്കേഷൻ നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ നേരെ ആ ആപ്പ് കിടക്കണ പ്ലേ സ്റ്റോറിൽ ആ ആപ്പ് കിടക്കണ ഇതിൽ പോയിട്ട് ആ ആപ്പ് നമ്മളോട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പേജിൽ പോയി കൊടുക്കും. ഇതാണ് ഡീപ്പ് ലിങ്കിൻ്റെ ഉപയോഗം. ഓക്കെ, ഞാൻ മനസ്സിലാക്കിയാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കാം, നമുക്ക് നോക്കാം.